കേൾക്കാറുണ്ട്. അപ്പോൾ അതിനെയൊക്കെ ഏത് രീതിയിൽ ഈ നിയമം ബാധിക്കും? എത്രത്തോളം പ്രാധാന്യമുണ്ട് ഈ ഒരു മേഖലയിൽ, സൈബർ ക്രൈമിൻ്റെ മേഖലയിൽ ഈ ഒരു നിയമത്തിന്? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത അതേ കാര്യമാണ്. നമ്മൾ കൂടുതലും ഇങ്ങനെ ഒരു ഇത് വരുമ്പോൾ ഇപ്പോൾ ഹൂയിസ്, അത് ആരാണ്, അവരുടെ KYC ഇല്ലെങ്കിൽ അവരുടെ ഒതൻറ്റിക്കേഷൻ, ഇൻറ്റഗ്രിറ്റി, ഇതെല്ലാം വരുന്നതോടുകൂടി കുറച്ചുകൂടെ നമുക്ക് വളരെ, അല്ലെങ്കിൽ സൈബർ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ വളരെ പോസിറ്റീവായിരിക്കും. ഇപ്പം തന്നെ നമ്മൾ ഇത് എന്തുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഒരു സൈഡിൽ ഫിനാൻഷ്യൽ ഫ്ലോയുടെ കാര്യം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പം ഇത് സൈബർ ക്രൈം എടുക്കുമ്പോൾ പിന്നെയും ഇതിൽ ഓതറൈസ്ഡോ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. ഇതൊന്നും ഒന്ന് റെഗുലേറ്റ് ചെയ്യുന്നത് വഴി അവർ ലോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസീസിന് ഇത് വളരെ ഈസി ആയിട്ട് മോണിറ്റർ ചെയ്യാനും വളരെ അപ്പോൾ അതിലോട്ട് നമ്മളിപ്പം പറയും, ഇപ്പം തന്നെ കൺവിക്ഷൻ റേഷ്യോയും ഇല്ലെങ്കിൽ പരാതി കൊടുക്കും, നമ്മൾ 0 FIR എന്നൊക്കെ പറഞ്ഞാലും എത്ര ആൾക്കാരാണ് ഇന്ത്യയിൽ ഇതിൻ്റെ വിക്ടിംസ് ആയിക്കൊണ്ടിരിക്കുന്നത്, അതിൽ എത്ര പേര് സ്റ്റേഷനിലും ഇല്ലെങ്കിൽ കൺവിക്ഷൻ ഇല്ലെങ്കിൽ ഒരു പ്രോസിക്യൂട്ട് ചെയ്യാനും എത്ര ഒഫൻഡേഴ്സിനെ പിടിച്ചെടുക്കുക, ഇതൊന്നും വളരെ നമ്മൾ ഡിസ്കഷനിൽ ഇതൊക്കെ പറയാമെങ്കിലും ഇത് ഇപ്പോഴും വളരെ 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 ഇതാണ്. അപ്പം ഇങ്ങനെ ഉള്ള ഇത് എടുത്ത് ഇവരെ പ്രോപ്പറായിട്ട് റെഗുലറൈസ് ചെയ്ത് ആരാണോ ഇപ്പം ഞാൻ ആപ്പുകൾക്കെതിരല്ല ഇല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെതിരല്ല. ഇപ്പം അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഇപ്പോൾ ഇതൊരു വലിയൊരു ഇൻഡസ്ട്രിയാണ്. അപ്പം അപ്പോൾ അതിൻ്റെ ഇന്ത്യൻ ചട്ടക്കൂടിൽ, ഇന്ത്യൻ നിയമത്തിൽ എല്ലാം ഇതായി ഒരു ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ അതാർക്കും അതെതിരല്ല. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു സിറ്റിസൺ സെൻട്രിക് ആയിട്ടായിരിക്കും ഇത് വർക്കാവുന്നത്. അപ്പോൾ ഒരു ക്രൈം റേറ്റ് വളരെ വളരെ കുറയും. ഇതിൽ 2 ക്രൈമാണ്. ഒന്ന് സൈബർ ക്രൈം മാത്രമല്ല, ഫിനാൻഷ്യൽ ക്രൈംസും നമ്മളെ രാജ്യത്തിലേക്ക് ഇതൊരു മണി ലോണ്ടറിങ്ങിന് നോക്കുമ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ അനലൈസ് ചെയ്തപ്പോൾ ഇതൊരു വലിയൊരു വൾണറബിൾ ഏരിയയാണ്. നമ്മളെ സെൻട്രൽ ഗവൺമെൻറ് ഒന്നും കാണാതെ ഒരു നിയമം എടുക്കത്തില്ല. അപ്പോൾ ഇത് ഇന്ത്യയിൽ മാത്രമല്ല, വേൾഡ് വൈഡായിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ ഒരു ഈസി, നമ്മൾ പറയും ഫോറിൻ ഫണ്ടിങ്ങിൻ്റെ ഒരു ഈസി ഹെവനായി മാറിക്കഴിഞ്ഞു ഈ ആപ്പുകൾ. അപ്പം ഇങ്ങനെ ഒരു കർബ് ചെയ്യുമ്പോൾ ആരാണോ ഈസി ഹെവനിലൂടെ ഇന്ത്യയിലോട്ട് ഫണ്ടിങ് കൊണ്ടുവന്ന് ഇന്ത്യൻ എക്കോണമിയെയും ഇന്ത്യൻ സിസ്റ്റത്തിനെയും താറുമാറാക്കാൻ ശ്രമിക്കുന്നത്, അവർക്കെതിരെ തീർച്ചയായും നടപടിയെടുക്കണമെന്നാണ് ഓരോ പൗരന്മാരും ചിന്തിക്കേണ്ടത്. ഒരു സൈഡിൽ ജനങ്ങൾക്ക് ഇതിൻ്റെ വെൽഫെയർ കിട്ടുമ്പോൾ, ഇത് നമ്മുടെ നാട്ടിൻ്റെ ഈ സ്റ്റെബിലിറ്റിക്കെതിരെ ആരാണോ പ്രവർത്തിക്കുന്നത് അവരെ ഗ്രാസ് റൂട്ടിൽ കണ്ടെത്താൻ, ഒരു സൈഡിൽ എക്കണോമിക് ഇൻസ്റ്റെബിലിറ്റി ഉണ്ടാക്കുന്നവരെ കർബ് ചെയ്യാനും, സൈബർ ക്രൈമിനെതിരെ പ്രവർത്തിക്കുന്നവരെ നമുക്ക് വളരെയധികം നമ്മളെ ഒരു വിത്തിൻ ദ നട്ട്ഷെൽ ഇല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ട്രാക്കിൽ നമുക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റും. ഓക്കെ, ഇത്ര കമ്പനികളാണ് ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നത്, ഇതാണ്. അപ്പം അതിനൊരു വെൽ ഓർഗനൈസ്ഡ്, ബിക്കോസ് ഇന്ത്യ പഴയ ഇന്ത്യയല്ല. ഇപ്പോൾ ഇന്ത്യ എക്കണോമിക്കലി ഇത്രയും അഡ്വാൻസ്ഡ് ആവുന്ന സ്ഥിതിക്ക് നല്ല നിയമങ്ങൾ അവർക്കെതിരായല്ല. ഇപ്പം ഒരു കമ്പനി, ഇന്ത്യയിൽ ഏത് കമ്പനിക്ക് വേണോ പ്രവർത്തിക്കാം, ഇന്ത്യൻ നിയമത്തിൽ അതിന് ചട്ടക്കൂടിലാവുമ്പോൾ അപ്പോൾ അതനുസരിച്ചുള്ള സൈബർ ക്രൈംസും വളരെ വളരെ കുറഞ്ഞിരിക്കും. അപ്പോൾ ഇത് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി രാജ്യത്തിനും ഗുണമാണ്, സിറ്റിസൺസിനും ഗുണമാണ്, വ്യവസായികൾക്കും ഗുണമാണ്.